بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ പല രീതിയിൽ വളർന്ന് വലുതായി. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നാലാം ഖലീഫയായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം അത് ഒന്നുകൂടി ശ്രദ്ധഗുണീഭവിച്ചു. അത് പിന്നീട് മുസ്ലിങ്ങൾ രണ്ട് വിഭാഗമായി തീരുവാനും ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുവാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നു. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഒരു ഭാഗത്തും തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സ്വഹാബിമാർ മറ്റൊരു ഭാഗത്തുമായി രണ്ടു വിഭാഗങ്ങളായി വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായി. അവർ പിന്നീട് അത് രണ്ട് വിഭാഗങ്ങളായി മാറി എന്ന് മാത്രമല്ല, അവർ ഒരു സംഘട്ടനത്തിൽ എത്തുന്ന അവസ്ഥയിലെത്തി, ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് അവർ യുദ്ധം ഉദ്ദേശിച്ചു കൊണ്ടല്ല സത്യത്തിൽ അങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ ഉണ്ടായത്. രണ്ട് വിഭാഗമായി രണ്ട് സ്ഥലത്തും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി എങ്ങനെയെങ്കിലും വിഷയത്തെ പറഞ്ഞ് പരിഹരിച്ച് മസ്ലഹത്താക്കാം എന്നായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെയും തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റേ ഭാഗത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ആഗ്രഹങ്ങൾ. എല്ലാവരും സ്വഹാബിമാരാണല്ലോ, എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ, പ്രശ്നങ്ങളില്ലാതെ വിഷയത്തിനെ പരിഹരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ചില തൽപര കക്ഷികൾ ഇവർക്കിടയിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയും ചതി പ്രയോഗത്തിലൂടെ അത് യുദ്ധത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്തു. ഈ സമയത്ത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ കഴുതപ്പുറത്ത് വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുതയാണത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉദ്ഉ ലി അസ്സുബൈർ ഇബ്നുൽ അവ്വാം, സുബൈർ ഇബ്നുൽ അവ്വാമിനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ, ഫഇന്നി അലിയുൻ, ഞാൻ അലിയാണ് എന്ന്. എതിർഭാഗത്തുള്ള ആളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫദുഇയ ലഹു അസ്സുബൈർ, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരപ്പെട്ടു. രണ്ടാളുകളും കണ്ടു, സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം സംസാരിക്കുന്ന കൂട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സുബൈറു അൻഷത്തുക ബില്ലാഹി അതദ്കുറു യൗമ മർറ ബിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫീ മകാനി കദാ വകദാ. നാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. ആ സമയത്ത് നബി തങ്ങൾ നമ്മോട് ചോദിച്ചു, യാ സുബൈർ തുഹിബ്ബു അലിയൻ, സുബൈറെ താങ്കൾ അള്ളാഹുവിനെ അലി ഇബ്നു അബി ത്വാലിബിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. താങ്കൾ ആ സമയത്ത് പറഞ്ഞത്, അല ഉഹിബ്ബു ഇബ്ന ഖാലി വ ഇബ്ന അമ്മി വ അലാ ദീനി, അദ്ദേഹം എൻ്റെ മാതുല പുത്രനാണ്, എൻ്റെ പിതൃ സഹോദര പുത്രനുമാണ്, എൻ്റെ ദീനിലുമാണ്, പിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും എന്ന്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് വിളിച്ച് ചോദിച്ചു, ആ തുഹിബ്ബുഹു, താങ്കൾ സുബൈർ ഇബ്നുൽ അവ്വാമിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഞാൻ ആ സമയത്ത് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാ അലാ ഉഹിബ്ബു ഇബ്ന അമ്മത്തി വ അലാ ദീനി, എൻ്റെ പിതൃ സഹോദരി പുത്രനല്ലേ, ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, എൻ്റെ മതത്തിലും അല്ലേ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി താങ്കൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, യാ സുബൈറു അമാ വല്ലാഹി ലതുഖാതിലുന്നഹു വ അൻത ലഹു ളാലിമുൻ, തീർച്ചയായും നിങ്ങൾ രണ്ടാളും തമ്മിൽ സംഘട്ടനം ഉണ്ടാകും. സുബൈർ ഇബ്നു അവ്വാം അലിയിനോട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് താങ്കൾ പ്രതിസ്ഥാനത്തായിരിക്കും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. സുബൈർ ഇബ്നു അവ്വാം പറയുകയാണ്, ബലാ വല്ലാഹി ലഖദ് നസീതുഹു മുൻദു സമീഅതുഹു മിൻ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ദക്കറതുഹു അൻ. അതെ, അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ അതൊക്കെ മറന്നിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മയായി. വല്ലാഹി ലാ ഉഖാതിലുക, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, അള്ളാഹു തന്നെ സത്യം.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് സുബൈർ ബിൻ അവ്വാം ഏറ്റുമുട്ടും എന്നത് റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിൽക്കാതെ തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ സുബൈർ അവ്വാമിൻ്റെ മകൻ റസൂലുള്ളാഹി തങ്ങളുടെ ഈ നിർദ്ദേശം കേട്ടിട്ട് തിരിച്ചു പോരുന്ന പിതാവിനെ കാണുന്നു. മാലക്ക്, എന്തേ തിരിച്ചു പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ദക്കറനി അലിയുൻ ഹദീസൻ സമിഅ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ് ഇപ്പോൾ അലി ബിൻ അബി ത്വാലിബ് എനിക്ക് ഓർമ്മിപ്പിച്ചു തന്നു. ഞാൻ തീർച്ചയായും അലിയിനോട് യുദ്ധം ചെയ്യും. അലിയോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതിസ്ഥാനത്താണ് എന്ന്. അതുകൊണ്ട് ഫലാ ഉഖാത്തിലുഹു, ഞാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, വലിൽ ഖിതാലി ജിഅ്ത വഇന്നമാ ജിഅ്ത തുസ്ലിഹു ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിട്ടുള്ളത്, യുദ്ധത്തിന് വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്നോടെ എന്ന്. അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അവിടെ നിന്നുവെങ്കിലും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില അനുയായികളുടെ കുബുദ്ധികളുടെ ചില തന്ത്രങ്ങളിൽപ്പെട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അത് പിന്നീട് വലിയ യുദ്ധമായി മാറുകയും ചെയ്തു. ഈ സമയത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കാതെ മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കാതെ വേഗം തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു പോരുന്ന സമയത്ത് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് വധിച്ചു. റജുലുൻ ഇസ്മുഹു അംബർ ബിൻ ജർമൂസ് എന്ന് പറയുന്ന ഒരാൾ പിന്തുടർന്ന് വധിച്ചു. തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്ത് കൊള്ളുകയും ചെയ്തു. റമാഹു മർവാൻ ബിൻ ഹക്കം എന്ന ആളാണ് മഹാനായ തുൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്ത് കൊന്നത്. പക്ഷേ മരണാനന്തര കർമ്മങ്ങളിലും മറ്റു എല്ലാ സംഗതികളും മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുൻപിൽ തന്നെ നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തു. മറവ് ചെയ്ത ശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅർജു അൻ അകൂന അന വതുൽഹത്തു വസ്സുബൈറു വഉസ്മാനു മിനല്ലദീന ഖാല അല്ലാഹു ഫീഹിം വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറൂരി മുതഖാബിലീൻ. ഞാനും തുൽഹത്ത് ബിൻ ഉബൈദല്ലയും സുബൈർ ബിൻ അവ്വാമും ഉസ്മാൻ ബിൻ അഫ്ഫാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൽ പരിചയപ്പെടുത്തിയ മനസ്സിൽ ഒരുവിധ കളങ്കവും വഞ്ചനയുമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് മാത്രമല്ല മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, സമിഅ്തു ഉദ്നായ ഹാതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു തുൽഹത്തു വസ്സുബൈറു ജാറായ ഫിൽ ജന്ന. തുൽഹത്തും സുബൈറും എൻ്റെ കൂടെ സ്വർഗത്തിൽ എൻ്റെ അയൽവാസികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. സ്വഹാബത്തിൻ്റെ ഇടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ആരെയും മോശപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.